റെഡിയായി, നമ്മുടെ ഗ്രൂം ഇവിടെ റെഡിയാണ്, നമ്മുടെ രണ്ട് ഫാമിലീസും റെഡിയാണ്. സോ നമുക്ക് തുടങ്ങിയാലോ? ഒച്ച പോരാ, റെഡി അല്ലേ? ഓക്കെ. സോ ഐവി, so finally it's your haldi day. That means you are ഈ വെഡ്ഡിങ് സെറമണിയിൽ തന്നെ ഏറ്റവും കളർഫുൾ ആയിട്ടുള്ള റിച്വൽ ആണ് ഈ ഹൽദി എന്ന് പറയുന്നത്. സോ ഹൗ ഡു യു ഫീൽ നൗ ആൻഡ് വാട്ട് യു വാണ്ട് ടു സേ ടു us? കണ്ണ് അറിയുന്നില്ല. വളരെ സന്തോഷമുണ്ട് എല്ലാവരോടും എത്തിച്ചേരുന്നതിൽ. അതിൽ മാത്രമല്ല, കുറേ നാളെ ഇങ്ങനെ ഡാൻസ് കളിക്കണമെന്ന് പറയുന്നു, പക്ഷെ ആരും സമ്മതിക്കാറില്ല. ഇപ്പം അത് സംഭവിച്ചു, അതുകൊണ്ട് വളരെ സന്തോഷമുണ്ട്. പിന്നെ എന്താ, ഇതൊക്കെ ഓർഗനൈസ് ചെയ്യുന്ന എല്ലാവർക്കും, എല്ലാ ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും നന്ദിയുണ്ട്. അപ്പോൾ വളരെ സന്തോഷമുണ്ട്. She is the daughter of Francis Macheri and Daisy Francis, and she completed the MBA and currently she is settled in Australia as a home lending specialist. And from her childhood onwards, she is very bold, she is very confident and very determined and very hardworking person. So once again, congratulations to you to the for your ritual of this wedding ceremony, and wish you all the best for the ceremony, wedding. Okay. സോ ഇനി നമ്മുടെ ഒഫീഷ്യൽ ചടങ്ങ് നമ്മൾ ആരംഭിക്കുകയാണ്. സോ ഐവി മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, ഐവിയുടെ കൂടെ കട്ട സപ്പോർട്ടിന് ഐവിയുടെ കൂടെ ഉള്ള പാരൻസും സിബ്ലിങ്ങും ഇവിടെ വേണം. സോ എല്ലാ അപ്പന്മാർക്കും നമ്മുടെ ഒരു മകളുടെ ഈ ഒരു മുഹൂർത്തത്തിൽ തൻ്റെ മക്കളോട് പറയാനായിട്ട്, പ്രത്യേകിച്ച് തന്നെ മകളോട് പറയാനായിട്ട് ഒരു മാതൃകാ വചനം ഉണ്ടാവും. മകളെ, നീ നിന്റെ ഭർത്താവിൻ്റെ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുക, അവരാണ് ഇനിമേൽ നിന്റെ മാതാപിതാക്കൻ. നിന്നെപ്പറ്റി നല്ലത് മാത്രം കേൾക്കാൻ ഞങ്ങൾ ഇടവരുത്തണേ. എല്ലാ പെൺമക്കൾക്കും അവരുടെ മക്കൾ ഒരു രാജകുമാരിയാണ് അല്ലെ, പ്രത്യേകിച്ച് അവരുടെ മോളെന്ന് പറഞ്ഞാൽ ഒരു രാജകുമാരിയാണ്. സോ ഫ്രാൻസിസ് അങ്കിളുടെ രാജകുമാരിക്ക് ഒരു കിരീടം, ടിയാര അണിയിക്കാനായിട്ട് നമുക്ക് അവളുടെ പപ്പയെ, ഫ്രാൻസിസ് അങ്കിളിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. അനുഗ്രഹിക്കാം. എന്നിട്ട് നീ ആദ്യം ഈശു കൊടുക്ക, ഒരു ഈശു കൊടുക്ക. നമുക്ക് എല്ലാവർക്കും ഒരു കയ്യടി കൊടുക്കാം. ഒരു സ്പെഷ്യൽ ആണല്ലോ നമ്മുടെ അമ്മമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ, അമ്മമാരെന്ന് പറഞ്ഞ ഒരു വികാരമാണ് നമ്മുടെ. നീ നിന്റെ ഭർതൃഗൃഹത്തിൽ നല്ലൊരു ഭാര്യയും മകളും ചേച്ചിയുമായി ദീർഘനാൾ സുമംഗലിയായി ജീവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവളെ ബ്ലെസ് ചെയ്യാനും അവളെ ബ്രൈഡ് ടു ബി വെപ്രൺ അണിയിക്കാനും അവളുടെ അമ്മയായ ഡെയ്സി ആന്റിനെ ഞങ്ങൾ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. സോ ഡെയ്സി ആന്റി ആദ്യം ഈശോ കൊടുക്കുന്നു, ഐവി ഈശോ കൊടുക്കുന്നു ഡെയ്സി ആന്റിക്ക്. ബ്രൈഡ് ടു ബി എന്നുള്ള വെപ്രൺ ഐവി അണിയിക്കുന്നു. സ്നേഹം ഒരിക്കലും അവസാനിക്കുന്നില്ല. അതുപോലെ ഐവിയെ ഒരുപാട് സ്നേഹിക്കുന്ന അവളുടെ ഒരു കുഞ്ഞനീതി ഉണ്ട്, സ്നേഹ. സോ സ്നേഹയെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് കളഭം ചാർത്താനായിട്ട്. സോ അത് അവർക്ക് അവളെ ബ്ലെസ് ചെയ്യാനായിട്ട് പോവാണ് നമ്മൾ. സോ വിവാഹ ജീവിതം കളിയും ചീരിയും തമാശയും മാത്രം നിറഞ്ഞതായിരിക്കില്ല അല്ലെ, നമുക്ക് കുറെ ട്വിസ്റ്റുകൾ ഉണ്ടാവും, കുറെ സങ്കടങ്ങൾ ഉണ്ടാവും. അപ്പോഴെല്ലാം നമ്മുടെ പരിശുദ്ധ അമ്മേനെ കൂട്ടുപിടിക്കാനായിട്ട് ഈ ഒരു കൊന്ത അവളെ സഹായിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു തടസ്സങ്ങളോ എന്തെങ്കിലും വിഷമസന്ധികൾ വരുമ്പോൾ അവൾക്ക് ബൈബിൾ അവൾക്കൊരു കൂട്ടായിരിക്കട്ടെ എന്ന് നമ്മൾ അനുഗ്രഹിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും അവൾക്കൊരു കൊന്തയും ബൈബിളും നൽകാനായിട്ട് ലാസർ അങ്കിളിനെയും പേളി ആന്റിനെയും ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു.
പാരൻസും ഗ്രാൻഡ് പാരൻസും പോലെ തന്നെ നമ്മൾ ഓർക്കുന്നവരാണ് നമ്മുടെ തലതൊട്ടപ്പനും തലതൊട്ടപ്പയും. സോ അവരുടെ ഈ അസാന്നിധ്യത്തിൽ അവർക്ക് പകരമായിട്ട് റോൺസിനെയും ടീനയെയും അവർ ബ്ലെസ് ചെയ്യുന്നതിനും അവർക്കൊരു കാൻഡിൽ കൈമാറുന്നതിനും ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. സോ അവരുടെ ജീവിതം കാൻഡിൽ കത്തി നിൽക്കുന്നത് പോലെ തന്നെ പ്രകാശപൂർണിതമാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് റോൺസിനെയും ടീനയെയും ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സോ അതിന് മുന്നോടിയായിട്ട് ഒരു ചെറിയൊരു പ്രയർ ഉണ്ട്. സോ നമുക്ക് എല്ലാവർക്കും എണീറ്റ് നിൽക്കാം. അങ്ങ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ ഈ പ്രിയപ്പെട്ട ഐവിയെയും മെൽവിനെയും ഞങ്ങൾക്ക് നൽകിയതിനും വിവാഹബന്ധത്തിലേക്ക് ഉയർത്തിയതിനും അങ്ങ് പ്രദർശിപ്പിച്ച കാരുണ്യാധികാരത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അവരുടെ ദാമ്പത്യ ജീവിതം മധുരവും ക്ലേശരഹിതവുമാക്കി തീർക്കാൻ ഇവരെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും ആമേൻ. കാനായിലെ വിവാഹ വിരുന്നിൽ വെള്ളം വീഞ്ഞാക്കി മാറ്റിക്കൊണ്ട് ദമ്പതികളോട് സ്നേഹം പ്രകടമാക്കിയ കാരുണ്യവാനായ കർത്താവെ, വിവാഹത്തിനൊരുക്കമായി ഞങ്ങളുടെ പ്രിയപ്പെട്ട ഐവി അനുഭവിക്കാൻ പോകുന്ന ഈ മധുര ഭോജ്യത്തെ ദയാപൂർവം ആശീർവദിക്കണമേ. ഈ ഭോജന വസ്തു പകരുന്ന മാധുര്യം പോലെ ഇവരുടെ കുടുംബജീവിതം എന്നും മാധുര്യപൂർണമായി ഭവിക്കട്ടെ. അങ്ങേക്ക് പ്രീതികരമായി സംസാരിക്കുവാനും പെരുമാറുവാനും ഇവർ പരസ്പരം മധുതരമായി പെരുമാറട്ടെ. അവർ എന്നും അങ്ങയുടെ സ്നേഹമാധുര്യം നുകർന്നനുഭവിക്കുവാൻ ഇടയാക്കുകയും ചെയ്യട്ടെ. സകലത്തിന്റെയും നാഥ എന്നേക്കും പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ച ദൈവമേ, അങ്ങയുടെ ഈ ദാസിയെ അനുഗ്രഹിക്കണമേ. ഇവരുടെ ദാമ്പത്യ ജീവിതം എന്നും എന്നും അങ്ങേക്ക് പ്രീതികരമായി ഭവിക്കട്ടെ. ഇവരുടെ ജീവിതത്തിലെ കയ്പുകളെ മാധുര്യമാക്കുവാനും സഹനങ്ങളെ സുഹൃതങ്ങളാക്കി മാറ്റുവാനുമുള്ള കഴിവ് ഇവർക്ക് രണ്ടുപേർക്കും പ്രദാനം ചെയ്യണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും ആമേൻ. കിണ്ടിയും കോളാമ്പിയും വെച്ച് അവളെ ശുദ്ധിയാക്കുന്ന ഒരു ചടങ്ങിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. സോ വിവാഹ ജീവിതത്തിന് ശാരീരികവും മാനസികവുമായ ശുദ്ധിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. അതിന്റെ പ്രതീകമായി കിണ്ടിയിൽ വെള്ളവുമായി നമ്മുടെ ടോജി ചേട്ടനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. കൂടെ അലക്സി ചേച്ചിനെയും ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് ഏറെ സന്തോഷത്തോടെ. ഐവിയുടെ ജീവിതത്തിലേക്ക് നന്മയും തിന്മയും കടന്നു വരുമ്പോൾ അവരുടെ നന്മയെ സ്വീകരിക്കുവാനും തിന്മയെ പുറം തള്ളുന്നതിന്റെ പ്രതീകമായി കിണ്ടിയിലെ വെള്ളം അവൾ വായിലെടുത്ത് കോളാമ്പിയിലേക്ക് തുപ്പുകയാണിപ്പോ. സോ ഐവി വായയില് കിണ്ടിയിൽ നിന്ന് വെള്ളം സ്വീകരിച്ച് അതിലേക്ക് തുപ്പുകയാണ്. ഓക്കെ. സോ ഇനി മധുരം കൊടുക്കുന്നതിനായി ട്രീസ ആന്റിനെയും പീറ്റർ അങ്കിളെയും ഈ വേദിയിലേക്ക് ഏറെ സന്തോഷത്തോടെ ബഹുമാനത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ട്രീസ ആന്റി ആൻഡ് പീറ്റർ അങ്കിൾ. വിവാഹ ജീവിതത്തെ പറ്റിയുള്ള മധുരിക്കുന്ന ഓർമ്മകളുമായി മുന്നോട്ട് പോകുന്ന നമ്മുടെ ഐവിക്ക് അവളുടെ ജീവിതം ഇതുപോലെ തന്നെ മധുരപൂർണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അനുഗ്രഹിച്ചുകൊണ്ട് അവളുടെ ഈ മധുരം വെപ്പ് ചടങ്ങിലേക്ക് നമുക്ക് കടക്കാം. മധുരം കൊടുക്കട്ടെ. പെണ്ണിന് മധുരം കൊടുക്കട്ടെ. പെണ്ണിന് മധുരം കൊടുക്കട്ടെ. കുരിശ് വരയ്ക്കണം. ആദ്യം കുരിശ് വരയ്ക്കണം. നമുക്കൊരു ടാസ്ക് ആയിട്ട് കൊടുത്താലോ ചേച്ചിമാരെ? അത് അടുത്ത ടാസ്ക് ആയിട്ട് നമുക്ക് കൊടുക്കാട്ടോ.
So welcome you and your family to our function. So പപ്പയ്ക്കും മമ്മയ്ക്കും സ്റ്റേജിലേക്ക് കുറച്ച് നേരം ഒന്ന് ഇറങ്ങാം. സോ നമുക്ക് എല്ലാവർക്കും അറിയാലേ, ഇവർക്ക് മുന്നേ പരിചയമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ നമുക്ക് അറിയില്ലല്ലോ ഇവരുടെ ലവ് സ്റ്റോറി. സോ ഇവരെങ്ങനെ കണ്ടുമുട്ടിയെന്നും ഇവരൊരു കല്യാണത്തിലേക്കുള്ള ഇവരുടെ യാത്രയെ കുറിച്ച് ഒരു ബ്രീഫായിട്ട് ഇവരിപ്പോൾ നമുക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. How was your love? എത്ര നാൾ മുന്നേ പരിചയപ്പെട്ടു? എന്തായിരുന്നു ലവ് അറ്റ് ഫസ്റ്റ്? അറേഞ്ച് മാരേജ് അല്ലത്? വരാണോ? അങ്ങനെയൊന്നുമില്ല. കുറച്ച് നാളുമ്പോൾ ഞങ്ങൾ ബ്രിസ്ബനിലൊരു പാർട്ടിയിൽ വെച്ചാണ് മീറ്റ് ചെയ്തത്. അങ്ങനെ പതുക്കെ സംസാരിച്ചു, ഇഷ്ടപ്പെട്ടു, അങ്ങനെ പോയി. അത്രയും എന്തെങ്കിലും പറയണ്ടോ? വേറൊന്നും പറയാനില്ല, ഇതൊക്കെ തന്നെ. നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടു? ഇല്ല. ഇത് എന്ത് ലവ് സ്റ്റോറിയാണ്? ഇപ്പൊ ഈവൺ അറേഞ്ച് മാരേജ് ആണെങ്കിലും നമുക്കൊരു ലവ് സ്റ്റോറി ഉണ്ടാവില്ല അതില്. ഞാൻ കാണുന്ന സമയത്ത് ഐവി ഇങ്ങനെയൊന്നല്ല ഇരുന്നത്, ആളാകെ മാറിപ്പോയി. എന്താ പറയാ, ശരിക്കും പറഞ്ഞാൽ എനിക്കിഷ്ടം തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനും എൻ്റെ ഫാമിലിനെ നോക്കുന്ന രീതി അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. അതുപോലെ തന്നെ നോക്കുന്നത് എനിക്ക് തോന്നി. അപ്പോൾ എനിക്ക് ആ ഒരു കെയറിങ് മെന്റാലിറ്റിയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. എല്ലാരും ഒരു കരയിപ്പിക്കുള്ള ഇരുത്തിയോടി. അത് സന്തോഷക്കണ്ണീരല്ലേ, അത് കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ നമുക്കൊരു കപ്പിൾ ഡാൻസ് ആയാലും ഇവരുടെ അല്ലേ, ഇവരാണ് ഇവരുടെ ഇന്നത്തെ സ്റ്റാർ. അപ്പൊ നമുക്ക് ഇവരുടെ ഡാൻസ് ഒന്ന് കണ്ടോക്കാം. കരിമഷിയിട്ട കറുത്ത കണ്ണിലെ കുറുമ്പു നോട്ടങ്ങൾ അടിച്ചെടുത്തിടും രാക്ഷസി രാക്ഷസി രാക്ഷസി. കരളിൽ താമസിച്ചാൽ മാപ്പുതരാം രാക്ഷസി, സമ്മതമായി ചേർന്ന് നിന്നാൽ ഉമ്മതരാം രാക്ഷസി. കരളിൽ താമസിച്ചാൽ മാപ്പുതരാം രാക്ഷസി, സമ്മതമായി ചേർന്ന് നിന്നാൽ ഉമ്മതരാം രാക്ഷസി. തുറക്കമിട്ടില്ലേ എന്നെ ഇല്ലാതെ കൊല്ലല്ലേ പിഞ്ചല്ലേ. കരളിൽ താമസിച്ചാൽ മാപ്പുതരാം രാക്ഷസി, സമ്മതമായി ചേർന്ന് നിന്നാൽ ഉമ്മതരാം രാക്ഷസി. മാർഗഴിയെ മല്ലികയെ മന്ദാര പൂങ്കുരുവി, മഞ്ഞളും പൂശിവാ വന്നിടാ നിന്റെ മക്കൾ വണ്ടിക്ക് സ്വന്തക്കാരൻ. മഞ്ഞളും പൂശിവാ വന്നിടാ നിന്റെ മക്കൾ വണ്ടിക്ക് സ്വന്തക്കാരൻ. ൊന്ന് ചിരിക്കൂ കിളിയേ, മാനസ കിളിയേ,
സ്ലോമോപ്പിൽ പണ്ടാലേ ആകമലേ മാമ പൊണ്ണെല്ലാം വേണ സ്വന്ന പെണ്ണെ ഇഷ്ടോ നീ തന്നെ ടച്ച് ചെയ്യാണ്ട് ഫസ്റ്റ് ബിസ്ക്കറ്റ് തിന്നണം. എക്സ്പ്രഷൻ വെച്ചിട്ട് എക്സ്പ്രഷൻ യൂസ് ചെയ്തിട്ട് കൈയും ഒന്നും യൂസ് ചെയ്യാണ്ട് തിന്നില്ലെങ്കിൽ വായിക്ക് തിരിച്ചാൽ മതി. ആ റെഡി ഗോ. രണ്ടാളും ഫെയിലായിരിക്കുന്നു. ഇത് താനും സപ്പോർട്ട് ചെയ്യണില്ല ഇതിന് മെൽവിനെ. മെൽവിൻ ഒരു പ്രാവശ്യം കൂടെ കൊടുക്കാം അല്ലേ? ഒരു പ്രാവശ്യം കൂടെ. ഐവിയുടെ ചാൻസ് ചെയ്യും. മെൽവിന്റെ ഫാമിലിന്ന് ആരൊക്കെയാ റെഡി ആയിട്ട് വരാൻ പോണെ? പോയോ? അതുകൊണ്ട് നമ്മൾ തിരിച്ച് ഗേൾസ് പ്രപ്പോസ് ചെയ്യും. ഓക്കെ, അപ്പൊ ഒരു 3 ഫ്ലവർ കിട്ടോ? ഇത് ആദ്യം അത് ഒരു നല്ലൊരു റൊമാൻറ്റിക് സോങ് വേണമെങ്കിൽ നമുക്ക് ഓരോരുത്തർക്ക് ഇട്ട് കൊടുക്കാം. ഡാൻസ് അത് നിങ്ങളുടെ ഇഷ്ടം. വോയിസ് ഒക്കെ മടുത്തു പ്രപ്പോസ് ചെയ്ത്. സോ നിങ്ങൾ പറയണം ഏറ്റവും നല്ല രീതിയിൽ ആരാണ് ഇതിൽ പ്രപ്പോസ് ചെയ്തതെന്ന്. ഓക്കെ, അപ്പൊ ആരാണ് മുന്നോട്ട് ഫസ്റ്റ്? ഓക്കെ, പേര് പേര് മൃദുല നിഖിൽ. ന്യൂലി വെഡഡ് കപ്പിൾസ് ആണ്. സോ ഓക്കെ, യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. പ്രപ്പോസലായിട്ട് ഞാൻ ഉദ്ദേശിച്ചത്. Okay, next we have couple names. Elvin Needu. Okay, so time starts now. ഞാൻ ചുമ്മാ തരുമെന്ന് പറഞ്ഞാണ് പറഞ്ഞത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മുടെ ബ്രൈഡ് ആൻഡ് ഗ്രൂം. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഇവര് പറയുമ്പോൾ ആരാണ് നന്നായി ചെയ്തത് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. പ്രൊപ്പോസ് ആണ് ഞാൻ ഉദ്ദേശിച്ചത്. എനിക്ക് നിന്നോട് പറയാനുള്ള സ്നേഹം വാക്കുകൾ ഒതുങ്ങില്ല. ഇതാ നിങ്ങൾ പറ, ആരെയാ നന്നായത്? ഫസ്റ്റ് ആണോ സെക്കൻഡ് ആണോ തേർഡ് ആണോ നന്നായി ചെയ്തേ? ഫസ്റ്റ് ആരാണോ? ഫസ്റ്റും തേർഡും കണ്ട കോമ്പറ്റീഷനിൽ നിൽക്കണം. ഫസ്റ്റ് ആര് കൊടുത്താലോ? ഓക്കെ, ഐഡിയ സ്വീറ്റ്സ് കൊടുത്തവർക്ക് സമ്മാനം എൻ്റെ ഉത്തരവാദിത്തമല്ല. ഇവിടുത്തെ കമ്മിറ്റിയിലെ ആൾക്കാരെ കോൺടാക്ട് ചെയ്യുക.
താങ്ക് യു സോ ഇനി എല്ലാവർക്കും ഫോട്ടോ എടുക്കാം, മധുരം കൊടുക്കാം.
വരേണ്ടതാണ്. എത്രയും പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ എന്തെറുപ്പില്ല. അപ്പൊ അതായത് നമ്മളിപ്പോ കാശ് കൊടുത്ത് ഷ്യാമിനെ ഇവിടെ ഇറക്കിയിട്ടുണ്ട് DJ ചെയ്യാൻ വേണ്ടിയിട്ട്. അവനിപ്പോ അത് ചെയ്യാൻ വേണ്ടിയിട്ട് മുട്ടി നിൽക്കാണ്. അപ്പൊ എത്രയും പെട്ടെന്ന് എല്ലാവരും DJ ഫ്ലോറിലേക്ക് വരേണ്ടതാണ്. ഡാൻസ് കളിക്കാനും തുള്ളാനും ആഗ്രഹമുള്ളവര് എന്തായാലും DJ പ്ലേ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടാ. കാണാനില്ല അവിടെ പോയത്.
इश्क में